സുഹൃത്തുക്കളെ, നമ്മൾ സ്നാപ്പ് തുടരുകയാണ്. തീർച്ചയായിട്ടും ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 15 വരെയാണ് നമ്മുടെ സ്നാപ്പുകളുടെ ഒരു കാലാവധി. 101 സ്നാപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത്. അത് യുദ്ധവിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ ചിന്തകൾ ഉള്ള ആ ഒരു മൂഡ് നിലനിർത്തുന്ന കവിതകൾ ആണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പല ആംഗിളിലാണ്. വളരെ ഡയറക്റ്റായിട്ട് പറയും, ചിലത് ഇൻഡയറക്റ്റായിട്ട് പറയും. എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളുടെ CJPയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ വലിയ ഒരു റിവോൾട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നടക്കുകയും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ പാർട്ടികളും യുവജനങ്ങളും SFIയും ASFും വിദ്യാർത്ഥി സമൂഹം മൊത്തം അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എന്നെ സംബന്ധിച്ച് സ്നാപ്പ് എന്ന് പറയുന്ന ഒരു സോളോ ആക്ടിങ് രീതിയിലൂടെ തീർച്ചയായിട്ടും ഞാനും എൻ്റെ കോൺട്രിബ്യൂഷൻസ് ചെയ്യാണ്. ഇന്ന് സച്ചിദാനന്ദ മാഷയുടെ നദികൾക്കിടയിലെ നദി എന്ന് പറയുന്ന സച്ചിദാനന്ദ മാഷയുടെ ഈ കവിതാ സമാഹാരത്തിലെ 3-4 കവിതകളാണ് സ്നാപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത്. നദികൾക്കിടയിലെ നദി എന്ന് പറയുന്നത് സ്നാപ്പ് നമ്പർ 1610. ഓരോ ചുംബനവും അതിന് തുടങ്ങാം. വളരെ ലോകത്തിന് മൊത്തം കേന്ദ്രീകരിക്കുന്ന, ലോകത്തിൻ്റെ മൊത്തം ഇമോഷനെ കേന്ദ്രീകരിക്കുന്ന ഒരു 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 ആക്ഷനാണ് ഈ ചുംബനമെന്ന്, കിസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഓരോ ചുംബനവും അവസാനത്തെ ചുംബനമാണ്. എഴുതപ്പെടാതെ പോയ കവിത. കോമണി ഇറങ്ങിപ്പോകുമ്പോൾ ഓരോ ചുംബനവും അവസാനത്തെ ചുംബനമാണ്. എഴുതപ്പെടാതെ പോയ കവിത കോമണി ഇറങ്ങിപ്പോകുമ്പോൾ ഓരോ വാക്കും അവസാനത്തെ വാക്കാണ്. ക്ഷണിക്കാത്ത ഭാഷ ഭൂഗർഭത്തിൽ മിടിക്കുമ്പോൾ ഓരോ വാക്കും അവസാനത്തെ വാക്കാണ്. ജനിക്കാത്ത ഭാഷ ഭൂഗർഭത്തിൽ മിടിക്കുമ്പോൾ ഓരോ നിലവിളിയും അവസാനത്തെ നിലവിളിയാണ്. ഓരോ നിലവിളിയും അവസാനത്തെ നിലവിളിയാണ്. ആൾക്കൂട്ടത്തിന്റെ ആരവത്തിൽ സത്യം മുങ്ങിപ്പോകുമ്പോൾ ഓരോ വിധിയും അവസാനത്തെ വിധിയാണ്. അനീതി ന്യായാധിപന്റെ വേഷം കെട്ടുമ്പോൾ, അനീതി ന്യായാധിപന്റെ വേഷം കെട്ടുമ്പോൾ, ന്യായാധിപൻ ഇങ്ങനെ ചുറ്റുകോ കൊണ്ടിങ്ങനെ അടിക്കുന്നു. സൈലൻസ്. പിന്നെ ഇങ്ങനെ ഒന്ന് പ്രയോഗിച്ചാൽ അനീതി ന്യായാധിപന്റെ വേഷം കെട്ടുമ്പോൾ. സ്നാപ്പ് നമ്പർ 1610. ഓരോ ചുംബനവും. ഇതാണ് മാഷയുടെ കവിത. നദികൾക്കിടയിലെ നദി. മഴു. സ്നാപ്പ് നമ്പർ 1611. മഴു. ഓക്കെ. അണ്ണാന്റെ ചിലക്കലിനും പ്രാവിന്റെ കുറുകലിനുമിടയിൽ ഒരു മഴു. അണ്ണാന്റെ ചിലക്കലിനും പ്രാവിന്റെ കുറുകലിനുമിടയിൽ ഒരു മഴു. തത്തയുടെ ചിറകുകൾക്കും തേരട്ടയുടെ കാലുകൾക്കുമിടയിൽ ഒരു മഴു. കുരുവിയുടെ കൂടിനും ചില്ലയിലെ കൂമ്പിനുമിടയിൽ ഒരു മഴു.
മനസ്സിലെ മഴയ്ക്കും മാനത്തെ മേഘങ്ങൾക്കുമിടയിൽ ഒരു മഴു. വിതയ്ക്കും കൊയ്ത്തിനുമിടയിൽ കർമ്മത്തിനും സ്വർഗത്തിനുമിടയിൽ കാമുകനും കാമുകിക്കുമിടയിൽ ഒരു മഴു. മരത്തിനും മഴുവിനുമിടയിൽ ജീവിതം. ഇതാണ് 1611 സ്നാപ്പ്. സച്ചിദാനന്ദ മാഷ് കവിതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. നദികൾക്കിടയിലെ നദി കവി സച്ചിദാനന്ദന്റെ കവിതകളാണ്. 1612 സ്നാപ്പായിട്ട് വരുന്നത് ചുണ്ടുവിരലാണ്. ചുണ്ടുവിരൽ. പ്രജാപതിയുടെ ദൂതർ സത്യം കണ്ട അയാളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. കേട്ട ചെവികൾ അരിഞ്ഞെറിഞ്ഞു. ഉരുവിട്ട നാവ് മുറിച്ചു കളഞ്ഞ് ഗൂഢാലോചന ആരോപിച്ച് മസ്തിഷ്കവും ഹൃദയവും തകർത്തു. ഗൂഢാലോചന ആരോപിച്ച് മസ്തിഷ്കവും ഹൃദയവും തകർത്തു. നടന്നു ന്യായാധിപനരികിൽ എത്താതിരിക്കാൻ കാലുകൾ വെട്ടിനുറുക്കി. എന്നിട്ടും അയാളുടെ ചൂണ്ടുവിരൽ ഒരു സൂര്യരശ്മി പോലെ കൂർത്ത് രാത്രിയുടെ മൂടിയിലൊളിച്ച പ്രജാപതിയുടെ നേരെ നീണ്ട് വളർന്നുകൊണ്ടേയിരുന്നു. അൽ ഹലാജിൻ്റെതെന്ന പോലെ നീണ്ട് പ്രജാപതിയുടെ നേരം നീണ്ട് വളർന്നുകൊണ്ടേയിരുന്നു. ചോദ്യം ചെയ്യുന്ന യുവത്വം തെരുവിൽ ചുണ്ടുവിരലുമായി എല്ലാ ഏകാധിപതികളെയും പണ്ടും നേരിട്ടിട്ടുണ്ട്, ഇന്നും നേരിടുന്നുണ്ട്, നാളെയും നേരിടും. മറക്കണ്ട. മാഷ് എത്രയോ മുമ്പ് എഴുതിയ കവിതകളാണിത്. ഈ നദികൾക്കിടയിലെ നദി വീണ്ടും തുടരുകയാണ്. നമ്മൾ സ്നാപ്പ് നമ്പർ 1613 കുറച്ചും കൂടി യുദ്ധവിരുദ്ധത ഉയർത്തിപ്പിടിക്കുന്ന ഓരി എന്ന് പറയുന്ന കവിതയാണ്. മാഷുടെ കവിതയിൽ ശക്തമായ ഒരുപാട് നൂറുകണക്കിന് പറയുന്ന കവിതകളുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ചെറുതും വലുതുമായ ഒരുപാട് കവിതകളുണ്ട്. നമുക്ക് ഭയങ്കര പ്രചോദനമാണ്. സച്ചിദാനന്ദ മാഷുടെ വിമർശനം പോലും വളരെ ക്രിയേറ്റീവ് ക്രിറ്റിസിസം എന്നുള്ള രീതിയിലാണ് ഞാനൊക്കെ കാണുന്നത്. ഓരി. മണ്ണിനടിയിൽ നിന്ന് ചങ്ങലകൾ കിലുങ്ങുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൗനത്തിൻ്റെ വകഭേദം മാത്രമായ ഒരു മുരൾച്ച ശവകുടീരം പിളർന്ന് ഉയർന്ന് മൂർച്ച വയ്ക്കുന്നത്. കുഴികൾ മാത്രമായ 2 കണ്ണുകൾ ഇല്ലാത്ത കൃഷ്ണമണികൾ കൊണ്ട് കാറ്റിലേക്ക് തുറച്ചു നോക്കുന്നത്
ഇതാ ഇവിടെ ഭൂമി പതുക്കെ കുലുങ്ങുന്നു. ചുമലുകൾ കൊണ്ട് വിസ്തൃതിയുടെ മൂടി ഉയർത്തി ആരോ പൊങ്ങി വരാൻ ശ്രമിച്ച് കിതയ്ക്കുന്നു. ചുമലുകൾ കൊണ്ട് വിസ്തൃതിയുടെ മൂടി ഉയർത്തി ആരോ പൊങ്ങി വരാൻ ശ്രമിച്ച് കിതയ്ക്കുന്നു. കിതയ്ക്കുന്നു. രോഷാകുലനായ ഒരു യേശു ഉണ്ട്. ജെറുസലേം ദേവാലയത്തിൽ ചാട്ടയൊക്കെ ആയിട്ട് ഇറങ്ങിയ യേശു ഉണ്ട്. പള്ളി അത് മറന്നു. ഞാൻ മറന്നിട്ടില്ല, സത്യാനന്ദ മാഷും മറന്നിട്ടില്ല. രോഷാകുലനായ ഒരു യേശു തൻ്റെ നിയോഗം പൂർത്തിയാക്കാൻ തിരിച്ചു വരും പോലെ. ഭൂമിക്കടിയിൽ നിന്നുള്ളൊരു കിതപ്പ് എന്ന് പറയുന്നത് യേശുവിൻ്റെ വരവാണോ എന്നാണ് പറയുന്നത്. തിരിച്ചു വരും പോലെ പുല്ലുകൾക്കിടയിൽ നിന്നൊരു ചൂണ്ടുവിരൽ, വരുന്നു വീണ്ടും ചൂണ്ടുവിരൽ. പുല്ലുകൾക്കിടയിൽ നിന്നൊരു ചൂണ്ടുവിരൽ അധികാരികളുടെ നേരെ നീണ്ടു വരുന്നു. അധികാരികളുടെ നേരെ നീണ്ടു വരുന്നു. ലംഘിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന വാഗ്ദാനങ്ങൾ അവന്റെ കൺകുഴികളിൽ വാഗപ്പൂക്കളുടെ ചോര നിറയ്ക്കുന്നു. ലംഘിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന വാഗ്ദാനങ്ങൾ അവന്റെ കൺകുഴികളിൽ വാഗപ്പൂക്കളുടെ ചോര നിറയ്ക്കുന്നു. നീ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മരണം മറുപടികളുടെ നീട്ടിവെക്കൽ മാത്രമാണ്. അവമതികളുടെ മേൽ പതിക്കുന്ന ചാട്ടവാർ. നിന്നെ കൊന്ന അതേ തോക്കുകളാണ് ഇന്നും അധികാരികളെ സംരക്ഷിക്കുന്നത്. അവരുടെ കവചിത വാഹനങ്ങൾ ആദിവാസികളുടെ നെഞ്ചിലൂടെ കടന്നു പോകുന്നു. അവരുടെ കവചിത വാഹനങ്ങൾ ആദിവാസികളുടെ നെഞ്ചിലൂടെ കടന്നു പോകുന്നു. കാടുകളുടെ നിലവിളി ദാഹിക്കുന്ന ആനകളോടും കാട്ടുപന്നികളോടും ചേർന്ന് ചുരമിറങ്ങുന്നു. കാടുകളുടെ നിലവിളി ദാഹിക്കുന്ന ആനകളോടും കാട്ടുപന്നികളോടും ചേർന്ന് ചുരമിറങ്ങുന്നു. ഒരിക്കൽ ഭൂമിക്ക് വേണ്ടി പൊരുതുന്ന ആദിവാസികൾക്കൊപ്പം കൈകോർത്തു നിന്നപ്പോൾ നീ കാറ്റായി വന്ന് എന്നെ തൊട്ടു. ഇപ്പോഴിതാ വീണ്ടും ഞാൻ ആ സ്പർശത്തിൻ്റെ ചൂടറിയുന്നു. കൊല്ലപ്പെട്ട യുവാക്കളുമായി കൈകോർത്ത് നീ മൂടൽമഞ്ഞിൻ്റെ പതിയിരുട്ടിൽ നിൽക്കുന്നു. കൊടികൾ കെട്ടുപോയ രാത്രിയിൽ പൂവിടാത്ത തൂക്കുമരത്തിൻ്റെ രക്തം തളിരിട്ട തണലിൽ നീ നിൽക്കുന്നു. കാട്ടിലെ ഓരോ മരവും കഴുമരമാകുന്ന ദുസ്വപ്നം നിന്നെ ഉണർത്തുന്നു. വിപ്ലവം ഇപ്പോൾ ഒരു നീണ്ട നിലവിളി മാത്രമാണ്. ഉദിക്കാത്ത സൂര്യനെ കാക്കുന്ന, പൂക്കൾ അസ്തമിച്ച അമാവാസിയുടെ ഓരി, തെയ്യമാകാൻ വിസമ്മതിക്കുന്ന, സ്വപ്നം ശമിക്കാത്ത ഒരുടലിൻ്റെ നഗ്നമായ ഓരി. തെയ്യമാകാൻ വിസമ്മതിക്കുന്ന, ദുസ്വപ്നം ശമിക്കാത്ത ഒരുടലിൻ്റെ നഗ്നമായ ഓരി. എന്നെയും തല്ലിക്കൊല്ലൂ, ഞാൻ സഹതപിക്കാൻ പോലും മറന്നുപോയ ഒരു കാട്ടുമൃഗമാണ്. എന്നെയും തല്ലിക്കൊല്ലൂ, ഞാൻ സഹതപിക്കാൻ പോലും മറന്നുപോയ ഒരു കാട്ടുമൃഗമാണ്. മാഷയുടെ ഒരു കവിതയും കൂടി വേറൊരു രീതിയിലുള്ള സ്വയംവിമർശനം ചെയ്യുന്നൊരു കവിതയാണ്. അല്പാക്ഷേപാസ്യമുള്ള കവിതയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രതിഷേധത്തിൻ്റെ കവിതകൾ, ഹനനത്തിൻ്റെയും സമരത്തിൻ്റെയൊക്കെ ആഹ്വാനമുള്ള കവിതകൾ, ഇതിൽ കൂടെ ഒരല്പാക്ഷേപഹാസ്യമുള്ള ഒരു കുഞ്ചൻ നമ്പ്യാർ ടച്ചുള്ള കവിതയിലേക്ക് പോകാം. 2 തരം. അതാണ് ഈ കവിതയുടെ പേര്.
സ്റ്റാപ്പ് നമ്പർ 1614. 2 തരം മനുഷ്യർ, 2 തരമുണ്ട്. നിറമുള്ള അടിവസ്ത്രം മാറ്റാതെ വെളുത്ത മേൽവസ്ത്രം മാറ്റുന്നവർ, നിറമുള്ള മേൽവസ്ത്രം മാറ്റാതെ വെളുത്ത അടിവസ്ത്രം മാറ്റുന്നവർ, നിറമുള്ള മേൽവസ്ത്രം മാറ്റാതെ വെളുത്ത അടിവസ്ത്രം മാറ്റുന്നവർ, 2 വസ്ത്രവും മാറ്റാനില്ലാത്തവർ കഥയ്ക്കും കവിതയ്ക്കും പുറത്താണ്. 2 വസ്ത്രവും മാറ്റാനില്ലാത്തവർ കഥയ്ക്കും കവിതയ്ക്കും പുറത്താണ്. 2 കൂട്ടരും കണ്ടുമുട്ടുമ്പോൾ ആദ്യത്തെ കൂട്ടർ ബൂക്കുവത്തും. എന്താണ് ഇവിടെ ഒരു ദുർഗന്ധം? ഒരു ദുർഗന്ധം. എന്താ ഇവിടെ ഒരു ദുർഗന്ധം? രണ്ടാമത്തെ കൂട്ടർ മറുപടി പറയാനാകാതെ മൗനത്തിന്റെ വെളുത്ത അടിവസ്ത്രത്തിലേക്ക് തോറ്റു പിന്മാറുന്നു. മേൽവസ്ത്രവും അടിവസ്ത്രവും ഒന്നിച്ചു മാറ്റുന്നവരാകട്ടെ പരസ്പരം കാണുന്നതേ ഇല്ല. അവർ സ്വർഗത്തിന്റെ മുറികളിൽ വസിക്കുന്ന സുഗന്ധത്തിന്റെ വിതരണക്കാരാണ്. മലാകമാർക്ക് ചിറകുകൾ തയ്ക്കുന്നവർ, കറുത്ത മേഘങ്ങൾ അലക്കി വെളുപ്പിക്കുന്നവർ, അലക്കൊഴിയാത്തതിനാൽ കാശിയിൽ പോകാത്തവർ, കാശിയിൽ അലക്കുകാരാകട്ടെ വസ്ത്രമൊന്നും വേണമെന്നില്ലാത്തവരാണ്. ഓതിക്കളഞ്ഞ് നടക്കുന്നവരാ. കാശിയിൽ അലക്കുകാരാകട്ടെ വസ്ത്രമൊന്നും വേണമെന്നില്ലാത്തവരാണ്. നിസ്വർ മുമുക്ഷുക്കൾ, നിസ്വർ മുമുക്ഷുക്കൾ, മൃദർ മരിച്ചുപോയ 2 തരം അസലാക്ഷവാസിയ. സ്നാപ്പ് നമ്പർ 1614. ഒരു ആവേശം മൂത്തപ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. പ്രേതവാദികളുടെ വീട്, സ്നാപ്പ് നമ്പർ 1615. അതും കൂടിയും ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, സച്ചിദാനന്ദ കവിതയിലൂടെ തന്നെയാണ്. പ്രേതവാദികളുടെ വീട്, സ്നാപ്പ് നമ്പർ 1615. എൻ്റെ കവിത പ്രേതബാധയുള്ളൊരു വീടാണ്. അതിൻ്റെ ഒരു മുറിയിൽ എൻ്റെ മരിച്ചുപോയ 3 സഹോദരിമാർ തങ്ങളെ ചെടികളായോ മുയലുകളായോ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് നിലവിളിക്കും. പിന്നെ ചില മുറികളിലായി വിട്ടുപോയ സുഹൃത്തുക്കൾ, സഹപാഠികൾ, സ്നേഹിച്ചവർ, സ്നേഹിക്കപ്പെട്ടവർ, ജീവിച്ചിരിക്കെ മറന്നുവച്ച എന്തോ തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രണയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ ബലി കൊടുക്കപ്പെട്ടവർ, ആത്മഹത്യ ചെയ്ത കർഷകർ, തല്ലിക്കൊല്ലപ്പെട്ട ആദിവാസികൾ, കിണറ്റിലോ പുഴയിലോ കല്ലുകെട്ടി വലിച്ചെറിയപ്പെട്ട ഗർഭിണികളായ വേലക്കാരികൾ. അവർ അസ്വസ്ഥരായി വാക്കുകളുടെ പടവുകൾ കയറിയിറങ്ങുന്നു. വറ്റിയ നദികൾ, മൂടിയ കുളങ്ങൾ, നികത്തപ്പെട്ട വയലുകൾ എല്ലാം ചേറിൽ ചവിട്ടിത്താഴ്ത്തപ്പെട്ട ചോദ്യങ്ങൾക്കും വിടരും മുമ്പേ അടർന്നു വീണ പൂക്കൾക്കുമൊപ്പം ദാഹിച്ചുയർന്നു വരുന്നു. എല്ലാം ചേറിൽ ചവിട്ടിത്താഴ്ത്തപ്പെട്ട ചോദ്യങ്ങൾക്കും വിടരും മുമ്പേ അടർന്നു വീണ പൂക്കൾക്കുമൊപ്പം ദാഹിച്ചുയർന്നു വരുന്നു. മേഘങ്ങൾ മരിച്ചവരുടെ സന്ദേശങ്ങളുമായി കുനിഞ്ഞു കടന്നു വരുന്നു. ചിലപ്പോൾ മാഞ്ഞുപോയൊരു മഴവില്ല് അവയ്ക്കിടയിൽ പെട്ടെന്നുയർന്നു വീണ്ടും മറയുന്നു. കൂടുതൽ കറുക്കപ്പെട്ട കിളികൾ കുറുകി രാത്രിയെ വിളിച്ചു വരുത്തുന്നു. ഇന്നാരാണ് എൻ്റെ കവിതയെ ആവേശിച്ചതെന്ന് അതിൻ്റെ സ്വരവും നിറവും മണവും നോക്കി തിരിച്ചറിയാം. ഇന്ന് ആരാണ് എൻ്റെ കവിത ആവേശിച്ചതെന്ന് അതിൻ്റെ സ്വരവും നിറവും മണവും നോക്കി തിരിച്ചറിയാം. ഏത് കവി, ഏത് കഥാപാത്രം,
കുതിരക്കുളമ്പടി കേൾപ്പിച്ചു വരുന്ന ഏതു ചക്രവർത്തി, കൊട്ടാരം വിട്ടിറങ്ങിയ ഏത് രാജകുമാരൻ, കുരിശിൽ മരിച്ച ഏത് മുക്കുവൻ, ശിരസറ്റ് ചോരയിൽ പിടയുന്ന ഒരു ജഡം. ബാധ കൂടി എൻ്റെ കവിത ശിരസ്സുകൊണ്ട് ആണിയടിച്ച് കയറ്റും. ബാധ കൂടി എൻ്റെ കവിത ശിരസ്സുകൊണ്ട് ആണിയടിച്ച് കയറ്റുന്നു എൻ്റെ തന്നെ ഹൃദയത്തിൽ. ഭയങ്കര ആത്മരോധനമാണ്. ഇങ്ങനെയൊക്കെയുള്ള ലോകം, ഈ യുദ്ധവും വെറിയും വംശവെറിയും വർഗീയ വെറിയും ഒക്കെയുള്ള ലോകം എങ്ങനെ നിലനിൽക്കുമ്പോൾ കവി ഇങ്ങനെയല്ലാതെ എങ്ങനെയാ പ്രതികരിക്കുക? ബാധ കൂടി എൻ്റെ കവിത ശിരസ്സുകൊണ്ട് ആണിയടിച്ചു കയറ്റുന്നു എൻ്റെ തന്നെ ഹൃദയത്തിൽ. ഞാൻ എന്നും പറയും, സഹനം അടിമത്തത്തിലേക്ക് നയിക്കും, സമരം സാമൂഹ്യ മാറ്റത്തിലേക്ക്, ചരിത്രമാറ്റത്തിൽ. അതിനുള്ള ഊർജം പകരാനാണ് ചാക്കോടി അന്തിക്കാട്. സ്നാപ്സ് ചാക്കോടി അന്തിക്കാട് എന്ന് പറയുന്ന യൂട്യൂബിലാണ്. ബി വിത്ത് മീ ആൻഡ് ഐ വിൽ ബി ഓൾവേസ് വിത്ത് യു ഹു ആർ ഫൈറ്റിംഗ് ഫോർ വേൾഡ് ജസ്റ്റിസ്. I will be always with you. Lal Salam.